Hello everyone. Welcome to lecture 2 of Calicut University 5th semester MTS 5 B06 Basic Analysis paper. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ് ആയിരുന്നു. സെക്ഷൻ 1.3 ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സോ ഇതായിരുന്നു സിലബസ് എന്നുള്ളത് നമ്മൾ നോക്കിയതായിരുന്നു. ആൻഡ് കഴിഞ്ഞ ക്ലാസ്സിൽ വി ലേൺഡ് അബൌട്ട് എ ഫ്യൂ തിങ്സ് അല്ലേ. കുറച്ച് ഡെഫിനീഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സെറ്റിനെ കുറിച്ച് നോക്കി, സെറ്റിൻ്റെ അകത്ത് വരുന്ന എലമെൻസിൻ്റെ എണ്ണത്തിനെക്കുറിച്ചും സീറോ എലമെൻ്റ് ആകുമ്പോൾ എങ്ങനെയാണ്, എം എലമെൻ്റ് ആകുമ്പോൾ എങ്ങനെയാണ്, ഈ കുറച്ച് ഡെഫിനേഷൻസ് ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഐ ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. എപ്പോഴാണ് ഒരു സെറ്റിനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കുക, എപ്പോഴാണ് ഒരു സെറ്റിനെ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കുക, എപ്പോഴാണ് ഒരു സെറ്റിൽ എൻ എലമെൻറ്റ്സ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റുക എന്നുള്ള കേസസ് ഒക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ക്ലാസ്സിൽ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് എ തിയറം. ഓക്കെ, നെയിംഡ് തിയറാണ്. ഇത് യൂഷ്വലി സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട് എക്സാമിന്. തിയറം 1.3.2 യുണീക്ക്നെസ് തിയറം. ഓക്കെ, യുണീക്ക്നെസ് തിയറം എന്നാണ് തിയറത്തിൻ്റെ പേര്. ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇഫ് എസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്, if S is a finite set, then the number of elements in S is a unique number in N. ഇതാണ് യുണീക്ക്നെസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. See here, n എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. n മീൻസ് ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. സോ ഏതൊരു സെറ്റ് എസ് ഉണ്ടെങ്കിലും ആ സെറ്റിനെ നമ്മളൊരു ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ആ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്നിലെ ഒരു യുണീക്ക് നമ്പർ ആയിരിക്കും എന്നാണ് യുണീക്ക്നെസ് തിയറം പറയുന്നത്. സോ ഒരു ഫൈനൈറ്റ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫൈനൈറ്റ് സെറ്റിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എപ്പോഴും എന്നിലെ ഒരു യുണീക്ക് നമ്പർ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇത് ആക്ച്വലി ഈ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആണെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇരിക്കുന്നത്. ബിക്കോസ് യു നോ ദാറ്റ് എസ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, ഐദർ അതൊരു എം ടി സെറ്റ് ആയിരിക്കും അല്ലെങ്കിൽ അതൊരു സെറ്റ് വിത്ത് എൻ എലമെൻറ്റ്സ് ആയിരിക്കും എന്നുള്ളത് അല്ലേ. ഇങ്ങനത്തെ രണ്ട് കേസിലാണ് നമ്മളൊരു സെറ്റിനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാമെന്ന് പറഞ്ഞു. ഈ എൻ എലമെൻറ്റ്സ് ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ ഈ തിയറം ഓക്കെയാണ്. പക്ഷേ എം ടി സെറ്റ് എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം, എം ടി സെറ്റിൽ 0 എലമെൻറ്റ്സ് ഉള്ളത്. ആൻഡ് 0 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിലെ ഒരു വാല്യൂ അല്ല അല്ലേ. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി ഷുഡ് ഹവ് ബീൻ ഇഫ് എസ് ഇസ് എ നോൺ എം ടി ഫൈനൈറ്റ് സെറ്റ് ദെൻ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് ഇസ് എ യുണീക്ക് നമ്പർ ഇൻ എൻ എന്നാണ് നമുക്ക് ശരിക്കും സ്റ്റേറ്റ്മെൻറ്റ് വരേണ്ടിയിരുന്നത്. ബട്ട് അഗൈൻ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ അവർ എൻ എലമെൻ്റ് ഉള്ള സെറ്റിനെ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് ഈ തിയറി എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് വെൻ ഇറ്റ് ഇസ് ആസ്ക്ഡ് ഇൻ എക്സാം യു ഷുഡ് റൈറ്റ് ദാറ്റ് ഇഫ്, അതായത് യുണീക്ക്നെസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ് ദെൻ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് ഇസ് എ യുണീക്ക് നമ്പർ ഇൻ എൻ എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതേണ്ടത്. ബട്ട് ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഒരു ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഐദർ എം ടി സെറ്റ് അല്ലെങ്കിൽ സെറ്റ് വിത്ത് എൻ എലമെൻറ്റ്സ് ആണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ നോൺ എം ടി എന്ന് പറഞ്ഞൊരു സംഭവം കൂടി വരേണ്ടതായിരുന്നു എന്നുള്ളത് മനസ്സിൽ ഓർത്ത് വയ്ക്കുക, എക്സാമിന് എഴുതണ്ട. ഓക്കെ, സോ ഇത് യുണീക്ക്നെസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ പ്രൂഫ് ആക്ച്വലി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലിസിറ്റ്ലി കൊടുത്തിട്ടില്ല, പക്ഷേ അപ്പൻഡിക്സ് ബിയിലുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൻ്റെ എൻഡിൽ ഈ ഒരു തിയറത്തിൻ്റെ പ്രൂഫ് അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇനി ആർക്കെങ്കിലും ആ തിയറത്തിൻ്റെ പ്രൂഫ് വേണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അപ്പൻഡിക്സ് ബി ഒന്ന് വായിച്ചു നോക്കുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ആൻഡ് ഇഫ് യു വോണ്ട് ടു ലേൺ ദ തിയറംസ് പ്രൂഫ് ദെൻ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ്സ്. നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സെപ്പറേറ്റ് ലെക്ചറായിട്ട് ഈ തിയറത്തിൻ്റെയും ഇനി വരാനുള്ള ഒരു തിയറത്തിൻ്റെയും പ്രൂഫ് ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ട് തിയറത്തിൻ്റെയും പ്രൂഫ്, അതായത് ഈ തിയറം 1.3.3യുടെയും തിയറം 1.3.2ൻ്റെയും രണ്ടിൻ്റെയും പ്രൂഫ് കിടക്കുന്നത് അപ്പൻഡിക്സ് ബിയിലാണ്. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ്ലി കൊടുത്തിട്ടില്ല. സോ നിങ്ങൾക്ക് അതിൻ്റെ പ്രൂഫ് വേണം, എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. ഓക്കെ, ഒരു ലെക്ചറിൽ അത് എടുത്തു തരാം. ഓക്കെ, സോ തിയറം 1.3.3 നോക്കാം. ഈ തിയറം പറയുന്നത് എന്താ വെച്ചാൽ ദ സെറ്റ് എൻ, അതായത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ്, ദ സെറ്റ് എൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്.
നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ, അതിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, പിന്നെ എന്തിനാ അതൊരു തിയറായിട്ട് പറയണമെന്നൊക്കെ തോന്നുന്നുണ്ടാവും. ബട്ട് അഗൈൻ ഇതൊരു ബേസിക് തിയറാണ്. ദ സെറ്റ് എൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഇസ് എൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഇതിന് പ്രൂഫും ഉണ്ട്. ഈ പ്രൂഫ് ആക്ച്വലി അപ്പൻഡിക്സ് ബിയിലുണ്ട്. ഇഫ് യു വോണ്ട് യു ക്യാൻ ഗോ ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ്. ഓക്കെ, സോ ഈ 2 തിയറംസ് ഇവിടെ പറയുന്നുണ്ട്. ഇതിന് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള തിയറം നമുക്ക് പ്രൂഫ് പഠിക്കാനുണ്ട്. സോ ആ തിയറം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. സോ തിയറം 1.3.4, ഈ തിയറത്തിന് 3 കേസസ് ഉണ്ട്. സോ തിയറത്തിലെ ഫസ്റ്റ് പാർട്ട്, ഇഫ് എ ഈസ് എ സെറ്റ് വിത്ത് m elements and B is a set with n elements and if A intersection B is empty is equal to 5 എന്ന് പറഞ്ഞാൽ അതൊരു empty set ആണ് അല്ലേ, then A union B has m plus n elements. തിയറം സ്റ്റേറ്റ്മെൻറ്റിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാ പറയുന്നത്, ഇഫ് എ ഇസ് എ സെറ്റ് വിത്ത് m elements, if A is a set with m elements and B is a set with n elements, again given A intersection B എന്ന് പറയുന്നത് ഒരു empty സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ A യൂണിയൻ Bക്ക് m plus n എലമെൻറ്റ്സ് ഉണ്ട് എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സോ ലെറ്റ്സ് സീ ഇതിൻ്റെ പ്രൂഫ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക? നമുക്ക് അറിയുന്ന ഡെഫിനീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ഒരു സെറ്റിൽ m എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുക എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ എപ്പോഴായിരുന്നു ഒരു സെറ്റ് എ എന്ന് പറയുന്നതിൽ ഇവിടെ m എലമെൻറ്റ്സ് ഉണ്ട് എന്ന് അവർ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് m എലമെൻറ്റ്സ് ഉള്ള സെറ്റാണെന്ന് തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് ദർ എക്സിസ്റ്റ് എ ബൈജെക്ഷൻ ഫ്രം എവിടെ നിന്നായിരുന്നു, എമ്മിൽ നിന്ന് എയിലേക്ക് ഒരു ബൈജെക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. സിമിലർലി നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്, എൻ ഓഫ് ബി എന്ന് പറയുന്നത് n ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ ദാറ്റ് മീൻസ് അവിടെയും നമുക്കൊരു ബൈജെക്ഷൻ കാണാൻ പറ്റും. ദർ എക്സിസ്റ്റ് എ ബൈജെക്ഷൻ ജി ഫ്രം എൻ ടു ബി. ഇങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുക? യെസ് ഓർ നോ? സോ യാ, അപ്പോൾ എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു എം ആയതുകൊണ്ട് വി ഹാവ് എ ബൈജെക്ഷൻ എഫ് ആൻഡ് എൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു എൻ ആയതുകൊണ്ട് വി ഹാവ് എ ബൈജെക്ഷൻ ജി. സോ ഈ 2 കാര്യങ്ങൾ നമുക്ക് ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് വി നോ ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിക്ക് m plus n എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ എ യൂണിയൻ ബിക്ക് m plus n എലമെൻറ്റ്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ നമുക്ക് ശരിക്കും എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ദർ എക്സിസ്റ്റ് ബൈജെക്ഷൻ ഫ്രം m plus n ടു എ യൂണിയൻ ബി. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു പ്രൂവ് അല്ലേ. ഈ എച്ച് എന്ന് പറയുന്നത് ഒരു ബൈജെക്ഷൻ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഞാനൊരു ഫംഗ്ഷൻ എടുക്കുകയാണ് കേട്ടോ. ഐ എം ചൂസിങ് എ ഫംഗ്ഷൻ എച്ച് ഫ്രം m plus n ടു എ യൂണിയൻ ബി. ഇങ്ങനൊരു ഫംഗ്ഷനെ ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് ഈ ഫംഗ്ഷനെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ആ ഫംഗ്ഷൻ ബൈജെക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാണ്. ഓക്കെ, ദിസ് ഇസ് ഹൗ വി ആർ ഗോയിങ് ടു പ്രൂവ് ദിസ്. ഓക്കെ, സോ ഗിവ് മീ എ സെക്കൻഡ്. യെസ്, സോ എച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷനെ ഞാൻ ഡിഫൈൻ ചെയ്യാണ് കേട്ടോ. നമുക്ക് അറിയുന്ന കാര്യം എഫ് എന്ന് പറയുന്നതും ജി എന്ന് പറയുന്നതും ഒരു ബൈജെക്ഷൻ ആണ് എന്നുള്ളതാണ്. സോ ഈ എഫിനെയും ജീനെയും യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ എച്ചിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ എടുക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്, നോക്കിക്കോളൂ. എച്ച് ഓഫ് ഐ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുകയാണ്. വേർ ഐ വേരീസ് ഫ്രം 1 ടു എക്സെട്ര എം. ഓക്കെ, എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്കറിയാം എൻ എമ്മിൽ നിന്ന് എയിലേക്കാണ്. സോ എൻ എം എന്ന് പറയുന്നത് എന്താ, സെറ്റ് ഓഫ് ഓൾ 1 2 3 എക്സെട്ര എം വരെയുള്ള വാല്യൂസേ ഉള്ളൂ. സോ ഞാൻ എച്ച് ഓഫ് ഐ ഈക്വൽ ടു എഫ് ഓഫ് ഐ എന്ന് എടുക്കുകയാണെങ്കിൽ എം വരെയുള്ള വാല്യൂസിനെ അത് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ അതിന് ശേഷമുള്ള വാല്യൂവിന് എന്ത് ചെയ്യും? സോ ഇതിനെ ഞാൻ എടുക്കുകയാണ്, ജി ഓഫ് ഐ മൈനസ് എം എന്ന് ഞാൻ എടുക്കുകയാണ്. വേർ ഐ വേരീസ് ഫ്രം ഐ ഇസ് ടേക്കൺ ഫ്രം
m+1 to etc. m+n. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ, ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. കാരണം ജി എന്ന് പറയണത് എന്നിൽ നിന്നാണ് അല്ലേ, അതായത് ജി എന്ന് പറയുന്നതിൽ വാല്യൂസ് 1 to etc. n വരെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ i-m എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ജി ഓഫ് i-m എവിടെ i എന്ന് പറയുന്ന വാല്യൂസ് m+1 നിന്ന് m+1 തൊട്ട് m+n വരെയുള്ള വാല്യൂസാണ് അല്ലേ. കാരണം h എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് m+nലാണ്, അതായത് 1 2 etc. m കഴിഞ്ഞാൽ m+1 etc. m+n വരെയുള്ള വാല്യൂസാണ് എച്ചിൻ്റെ ഡൊമെയിനിലുള്ളത്. സോ ഇത്രയും വാല്യൂസിന് ഈ ഫംഗ്ഷൻ എനിക്ക് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് m വരെയുള്ള വാല്യൂസിന് ഞാൻ f(i) എന്ന് ഡിഫൈൻ ചെയ്തു. ഇനി m+1 തൊട്ട് m+n വരെയുള്ള വാല്യൂ ജി എങ്ങനത്തെ വാല്യൂസാണ് ടേക്ക് ചെയ്യുക, ജി വിൽ ബി ടേക്കിംഗ് വാല്യൂസ് ജി ഓഫ് 1 എടുക്കും, ജി ഓഫ് 2 എടുക്കും, എക്സെട്ര ജി ഓഫ് n വരെയുള്ള വാല്യൂസ് എടുക്കും അല്ലേ. പക്ഷെ നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ട വാല്യൂ എമ്മിന് ശേഷമുള്ള വാല്യൂസാണ്, m+1 എക്സെട്ര m+n വരെയുള്ള വാല്യൂസാണ് നമുക്ക് കൊടുക്കാനുള്ളത് അല്ലേ, ഇൻപുട്ടായിട്ട് എടുക്കാനുള്ളത്. സോ അത് ഇതിനോട് സിമിലർ ആവണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ടേക്ക് i-m. ഓക്കെ, സോ അതായത് ഇപ്പം ഐക്ക് ഞാൻ m+1 കൊടുത്ത അവിടെ എന്താ സംഭവിക്കുക, m+1 - m എന്ന് വരും അല്ലേ, അതായത് m ക്യാൻസൽ ആയിട്ട് ജി ഓഫ് 1 വരും. അതേപോലെ m+2 എടുക്കുമ്പോൾ ജി ഓഫ് 2 വരും, m+3 എടുക്കുമ്പോൾ ജി ഓഫ് 3 വരും, എക്സെട്ര m+n എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, m+n - m എന്ന് പറയുന്നത് n വരും, അതായത് ജി ഓഫ് 1 തൊട്ട് ജി ഓഫ് n വരെയുള്ള വാല്യൂസ് അല്ലേ വരിക. സോ നമ്മൾ f(g) യൂസ് ചെയ്തിട്ട് നമ്മളൊരു എച്ചിനെ ഡിഫൈൻ ചെയ്തു. എച്ചിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇതൊരു ബൈജക്ഷൻ ആണ് എന്നുള്ളതാണ്. സോ ഒരു ഫംഗ്ഷൻ ബൈജക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ബോത്ത് ഇൻജെക്ഷൻ ആൻഡ് സർജക്ഷൻ അല്ലേ, അതായത് 1 1 ആൻഡ് ഓൺ ടു ആയിരിക്കണം. ഇത് 1 1 ആണെന്ന് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യാം, ഒന്ന് നോക്കിയേ. ഇത് 1 1 ആവണമെന്നുണ്ടെങ്കിൽ അതായത് h(i) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 1 1 ആവണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എടുക്കുക, അപ്പോൾ i1 നോട്ട് ഈക്വൽ ടു i2 ആവുമ്പോൾ f(i1) നോട്ട് ഈക്വൽ ടു f(i2) ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ. അങ്ങനെയാണ് നമ്മൾ 1 1 പ്രൂവ് ചെയ്യുക അല്ലേ. സോ ഇതിന് നമ്മൾ കുറച്ച് കേസസ് കൺസിഡർ ചെയ്യാനുണ്ട്. ഈ i1 i2 നമ്മൾ എവിടെ നിന്നാണ് ചൂസ് ചെയ്യുക എന്നുള്ളതിനനുസരിച്ചിരിക്കും അല്ലേ. സോ സപ്പോസ് i1 i2 രണ്ടും ഞാൻ ഈ ഒരു കേസിൽ നിന്നാണ് എടുക്കുന്നതെന്ന് കരുതിക്കോളൂ, i ഈക്വൽ ടു 1 to m എന്നാണ് എടുക്കുന്നത്, 1 2 എക്സെട്ര m എന്നാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക, f(i1) ആൻഡ് f(i2)യുടെ കേസ് എന്ത് വരും, h ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, h(i1) ആൻഡ് h(i2)യുടെ കേസ് എന്ത് വരും. സി i1 ആൻഡ് i2 നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. i1 i2 ഇവിടെ നിന്ന് എടുക്കുമ്പോൾ h(i1) എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് f(i1) അല്ലേ, ആൻഡ് h(i2) എന്ന് പറയുന്നത് f(i2) ആണ്. അങ്ങനെയല്ലേ വരിക. സോ h(i1)ഉം h(i2)ഉം നമുക്ക് f(i1) ആൻഡ് f(i2) എന്ന് കിട്ടി. ആൻഡ് ഇത് എപ്പോഴും നോട്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ, ബിക്കോസ് i1 നോട്ട് ഈക്വൽ ടു i2 ആണ്. ആൻഡ് f എന്ന് പറയുന്നത് ഒരു ബൈജക്ഷൻ ആണ്. f ബൈജക്ഷൻ ആണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി f 1 1 ആയി. f 1 1 ആകുമ്പോൾ i1 നോട്ട് ഈക്വൽ ടു i2ൻ്റെ കേസിൽ f(i1) നോട്ട് ഈക്വൽ ടു f(i2) ആണെന്ന് നമുക്കറിയാം അല്ലേ, ബിക്കോസ് f ഒരു 1 1 ഫംഗ്ഷനാണ്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും, i1 i2 ഈ വാല്യൂ എന്ന് എടുക്കുമ്പോൾ h(i1) നോട്ട് ഈക്വൽ ടു h(i2) ആയി. സോ h എന്ന് പറയുന്നത് ആ കേസിൽ ഒരു 1 1 ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. സിമിലർലി i1 i2 ഞാൻ ഇവിടെ നിന്ന് എടുത്താലോ, i1 i2 ഞാൻ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ i1 നോട്ട് ഈക്വൽ ടു i2 ആവുന്ന കേസിൽ g ഓഫ് i1 നോട്ട് ഈക്വൽ ടു g ഓഫ് i2 ആണെന്ന് നമുക്കറിയാം അല്ലേ. ആൻഡ് h(i1) ആൻഡ് h(i2) എന്ന് പറയുന്നത് ഈ കേസിൽ ജീനോട് ഈക്വൽ ആണ്. സോ അവിടെ നമുക്ക് എന്ത് കിട്ടും, അതൊരു 1 1 ഫംഗ്ഷൻ, h എന്ന് പറയുന്നത് ഒരു 1 1 ഫംഗ്ഷൻ ആണെന്ന് കിട്ടും അല്ലേ. സോ ഈ രണ്ട് കേസിലും h 1 1 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഒരു കേസും കൂടി നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ഈ i1 എന്ന് പറയുന്നത് 1 2 എക്സെട്ര m നിന്നുള്ള ഫംഗ്ഷനും i2 എന്ന് പറയുന്നത് ഞാൻ സെക്കൻഡ് സെറ്റിൽ നിന്ന് എടുക്കുകയാണ്, അതായത് ഈ താഴെയുള്ള സെറ്റിൽ നിന്ന് എടുക്കുകയാണ്, m+1 എക്സെട്ര m+n എന്നുള്ള ഫംഗ്ഷനാണെന്ന് എടുത്തു. ഓക്കെ, സോ i1 i2 ഞാൻ ഈ രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്നുള്ള വാല്യൂസ് ആയിട്ട് എടുത്തു. സോ h(i1) എന്ന് പറയുന്നത് എന്ത് വരും, f(i1) വരും അല്ലേ. ആൻഡ് h(i2) എന്ന് പറയുന്നത് എന്ത് വരും, g(i2) - m വരും അല്ലേ. ഇനി ഒന്ന് നോക്കിയേ, i1 നോട്ട് ഈക്വൽ ടു i2 ആണ്,
എന്ന് നമുക്കറിയാം. നമുക്ക് ഈ കേസിൽ H(i1) നോട്ട് ഈക്വൽ ടു H(i2) എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയുന്ന ഒരു കാര്യം, സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ F(i1) നോട്ട് ഈക്വൽ ടു G(i2) മൈനസ് M എന്നുള്ളതാണ്. നിങ്ങളൊന്ന് നോക്കിയേ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ്? F(i1) നോട്ട് ഈക്വൽ ടു G(i2) മൈനസ് M ആണ്. ഇത് എവിഡൻ്റ്ലി നോട്ട് ഈക്വൽ ആവുന്നുള്ളത് നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ പറ്റും. ബിക്കോസ് A ഇൻ്റർസെക്ഷൻ B ഈസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അതായത് എഫിനും ജിയിനും ഒരിക്കലും സെയിം വാല്യൂ കിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം വരുന്നത്. സോ അതിൻ്റെ അർത്ഥം നമുക്കിവിടെ എന്ത് കിട്ടും? എച്ച് എന്ന് പറയുന്നത് ഈ കേസിലും ഒരു ബൈജക്ഷൻ ആണെന്നും എച്ച് എന്ന് പറയുന്നത് ഈ കേസിലും ഒരു 1-1 ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. സോ ഈ 3 കേസിലും എച്ച് എന്ന് പറയുന്നത് 1-1 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതേപോലെ ഓൺ ടു ആണെന്ന് പറയണം. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ ഇതേമാതിരി ഓൺ ടു ആണെന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓൺ ടു ആവണം എന്നുണ്ടെങ്കിൽ ഈ എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിനൊരു പ്രീ ഇമേജ് ഉണ്ട് എന്ന് കാണിക്കണം അല്ലേ. അതേപോലെ ബിയിൽ നിന്ന് ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കണം. സോ എഫും ജിയും ഓൺ ടു ആയതുകൊണ്ട് ഇത് രണ്ടും ട്രൂ ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എച്ച് ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്നുള്ളതാണ്. എച്ച് ഓൺ ടു ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? എ യൂണിയൻ ബിയിൽ ഞാൻ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും n(m+n) അതിനൊരു പ്രീ ഇമേജ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കേണ്ടത് അല്ലേ. സോ ഇതേമാതിരി ഞാൻ ഐ എന്ന് പറഞ്ഞ വാല്യൂ സപ്പോസ് ഈ ഒരു സെറ്റിൽ നിന്ന് എടുക്കുകയാണ്, 1 to m നിന്ന് എടുക്കുകയാണ്. ഐ എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ 1 to m എന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം അതിനൊരു പ്രീ ഇമേജ് ഉണ്ട് എന്നുള്ളത് അല്ലേ. ബിക്കോസ് എഫ് എന്ന് പറയുന്നത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് n(m)ൽ അതിനൊരു പ്രീ ഇമേജ് ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഐ എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ ഈ ഒരു സെറ്റിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും എനിക്ക് പറയാൻ പറ്റും, എപ്പോഴും എനിക്കൊരു പ്രീ ഇമേജ് കാണാൻ പറ്റും. ബിക്കോസ് ആൻഡ് പ്രീ ഇമേജ് എവിടെയായിരിക്കും? n(n)ലായിരിക്കും. ബിക്കോസ് ജി എന്ന് പറയുന്നത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം. സോ രണ്ട് കേസിലും എച്ച് എന്ന് പറയുന്നത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ഒരു ബൈജക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഒരു ബൈജക്ഷൻ നമുക്ക് എവിടെ നിന്ന് എങ്ങടെ കിട്ടിയത്? n(m+n) നിന്ന് എ യൂണിയൻ ബിയിലേക്ക് ഒരു ബൈജക്ഷനാണ് കിട്ടിയത്. ദാറ്റ് മീൻസ് എ യൂണിയൻ ബി ഇസ് എ ഫൈനൈറ്റ് സെറ്റ് ആൻഡ് ഇറ്റ് ഹാസ് എലമെൻറ്റ്സ് ആൻഡ് ഇറ്റ് ഹാസ് m+n എലമെൻറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇസ് ക്ലിയർ ആയി എന്ന് കരുതുന്നു. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രൂഫ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി ഈ തിയറത്തിന് സെക്കൻഡ് പാർട്ട് ഉണ്ട്. സോ ആ തിയറത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് നോക്കാം. ഇഫ് എ ഇസ് എ സെറ്റ് വിത്ത് m belongs to n elements, A is a set with m elements, and C subset of A is a set with one element then നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് A minus C is a set with m-1 elements. വായിക്കുമ്പോൾ ഒബ്വിയസ് ആയിട്ട് തോന്നുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. എയിൽ m എലമെൻറ്റ്സ് ഉണ്ട്, സി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റാണ്, അതിൽ ഒരു എലമെൻ്റാണ് ഉള്ളത്. സോ A-C എന്ന് പറയുന്നതിൽ m-1 എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് പ്രൂവ് ചെയ്യാൻ പ്രൂഫ് നമുക്ക് നോക്കാം. സോ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എയിൽ m എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതായിരുന്നു അല്ലേ. ആൻഡ് സി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ആണെന്ന് തന്നിട്ടുണ്ട്, അതിൽ 1 എലമെൻ്റ് ഉണ്ട് എന്നുള്ളതും തന്നിട്ടുണ്ട്. ഓക്കെ, സോ എ m എലമെൻറ്റ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് എന്ന് പറഞ്ഞൊരു ബൈജക്ഷൻ നമുക്ക് കാണാൻ പറ്റും ഫ്രം n(m) to എ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ആൻഡ് സി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ആണെന്ന് തന്നിട്ടുള്ളത്, അതിൽ ഒരു എലമെൻ്റാണ് ഉള്ളതും തന്നിട്ടുണ്ട്. അപ്പോൾ സി എന്ന് പറഞ്ഞ സെറ്റിനെ ആക്ച്വലി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സബ്സെറ്റ് ഓഫ് എ ആയ സ്ഥിതിക്ക് ഈ പറഞ്ഞ ബൈജക്ഷനിൽ ഒരു വാല്യൂ അല്ലേ അതിനകത്ത് ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, എ എന്ന് പറയുന്ന സെറ്റിൽ ഇപ്പോൾ സപ്പോസ് 1 2 3 വാല്യൂസ് ഉണ്ടെന്ന് കരുതിക്കോളൂ. സി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ആണെന്ന് തന്നിട്ടുണ്ട്. സോ സി കുഡ് ബി എ വാല്യൂ 2 അല്ലേ. സി ഒരു 2 ആണെന്നുള്ളത് അസ്യൂം ചെയ്തോളൂ. സോ ഈ എനെ നമ്മൾ ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? n(m)ൽ നിന്ന്
എയിലേക്കൊരു ബൈജക്ഷൻ ഉണ്ട് എന്നുള്ള തരത്തിൽ ഡിഫൈൻ ചെയ്യുകയാണെന്ന് കരുതിക്കോളൂ. അതായത് NM എന്ന് പറയുന്നതും 1 2 3 ആണ്. സോ ഇതിനകത്തുനിന്ന് എനിക്ക് എയിലേക്ക് ഒരു ബൈജക്ഷൻ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മാപ്പിംഗ്, എനിക്കൊരു യുണീക്ക് മാപ്പിംഗ് കാണാൻ പറ്റും അല്ലേ. അതായത് സം F(2) ആണ് ഈ സിയിലെ വാല്യൂ വരിക എന്നുള്ള പോലെ എനിക്ക് പറഞ്ഞൂടെ. സോ അതേപോലെ ഈ സി എന്ന് പറയുന്നതിനെ എനിക്ക് സം F(k) എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തൂടെ. വേറെ ബൈജക്ഷനെ കുറിച്ചൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം എയുടെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. സോ സി എന്ന് പറയുന്നത് സം സെറ്റ് ഓഫ് ഓൾ F(k) എന്ന് പറയാം ഫോർ സം k ബിലോങ്സ് ടു NM. ഈ NMലുള്ള ഏതോ ഒരു കെയുടെ ഇമേജ് ആണ് ഈ സിയിൽ കിടക്കുന്ന വാല്യൂ എന്നുള്ള പോലെ നമുക്ക് പറയാം അല്ലേ. സോ ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് A-C എന്ന് പറഞ്ഞ സെറ്റിന് M-1 എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ആസ് യൂഷ്വൽ നമുക്കൊരു ബൈജക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. സോ ദാറ്റ് എവിടെ നിന്ന് ഇങ്ങോട്ട്, എഫ് നമുക്ക് എടുക്കാൻ പറ്റില്ല, സം G എന്ന് പറഞ്ഞൊരു ബൈജക്ഷൻ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. എവിടെ നിന്ന്? NM-1ൽ നിന്ന് A-Cയിലേക്ക് എനിക്കിങ്ങനെ ഒരു ബൈജക്ഷൻ പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, G എന്ന് പറയുന്നത് ഒരു ബൈജക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? A-Cയിൽ M-1 എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. സോ അതിന് ഞാൻ Gനെ ഡിഫൈൻ ചെയ്യണം. Gനെ ഡിഫൈൻ ചെയ്യാൻ എന്ത് യൂസ് ചെയ്താൽ മതി? ഈ പറഞ്ഞ F എന്ന് പറഞ്ഞ ബൈജക്ഷനെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ അല്ലേ. നമുക്ക് ഈ K എന്ന് പറഞ്ഞൊരു വാല്യൂവിനൊഴികെ ബാക്കി എല്ലാത്തിനും നമുക്ക് ഡിഫൈൻ ചെയ്യാമല്ലോ. സോ G(i) ഈസ് ഈക്വൽ ടു F(i) എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. ഫോർ i ഈസ് ഈക്വൽ ടു 1 2 എക്സെട്ര K-1 വരെയുള്ള വാല്യൂസിന് F(i) എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. അതേപോലെ G(i) ഈസ് ഈക്വൽ ടു, അതായത് ബാക്കി വാല്യൂസിന് കേട്ടോ, അതെന്താണെന്ന് നോക്കാം. i ഈസ് ഈക്വൽ ടു K തൊട്ട് ഏതുവരെ? M-1 വരെയുള്ള വാല്യൂസിനാണ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത്. അതുവരെയുള്ള വാല്യൂസിന് ഏത് വാല്യൂ മാത്രമേ നമ്മൾ എടുക്കാൻ പാടില്ലാത്തുള്ളൂ? ഈ F(k) എന്നുള്ള വാല്യൂ എടുത്തുകൂടാ അല്ലേ. സോ F(k-1) വരെയുള്ള വാല്യൂസ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്തു. F(k)നെ നമുക്ക് ഒമിറ്റ് ചെയ്യണം. കാരണം C എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ, C എന്ന് പറഞ്ഞ സെറ്റിനെ നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട്. സോ F(k) എന്നുള്ള വാല്യൂവിനെ ഒമിറ്റ് ചെയ്യണം. എവിടെ തൊട്ട് തുടങ്ങാം? F(k+1) തൊട്ട് തുടങ്ങാം അല്ലേ. സോ i ഈക്വൽ ടു K ആവുമ്പോൾ K+1 ആണ് ഇവിടെ വാല്യൂ ചൂസ് ആവേണ്ടത്. അതേപോലെ M വരെയുള്ള വാല്യൂസ് എടുക്കുമ്പോൾ ബാക്കി എല്ലാ വാല്യൂസും വരും അല്ലേ. സോ ഇവിടെ ആക്ച്വലി വാല്യൂസ് വരുന്നത് ഏതൊക്കെയാണ്? F(1) വരും, F(2) വരും, എക്സെട്ര Fk-1 വരെയുള്ള വാല്യൂസ് വരും. ഇവിടെ വരിക ഇത് ഈക്വൽ ടു എന്നല്ല കേട്ടോ, അവിടെ ഏതൊക്കെ വരിക എന്നുള്ളത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടെ വരിക i ഈക്വൽ ടു K ആവുമ്പോൾ K+1 വരും, i ഈക്വൽ ടു K+1 ആവുമ്പോൾ K+2 വരും, എക്സെട്ര i ഈക്വൽ ടു M-1 ആവുമ്പോൾ Fm-1+1 എന്ന് പറയുമ്പം Fm വരെ വരും. ഓക്കെ അല്ലേ. കാരണം F എന്ന് പറയുന്നത് NMൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷനാണ്. സോ ഇതിൽ വാല്യൂസ് എടുക്കേണ്ടാവുക 1 തൊട്ട് M വരെയുള്ള വാല്യൂസിനാണ്. സോ Fm വരെയുള്ള വാല്യൂസ് നമ്മൾ എടുത്തു. നമ്മൾ ഒമിറ്റ് ചെയ്ത ഒരേ ഒരു വാല്യൂ Fk എന്ന് പറഞ്ഞ വാല്യൂ ആണ്. സോ ഇതൊരു ബൈജക്ഷൻ ആണെന്നുള്ളത് ഡയറക്റ്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം F എന്ന് പറയുന്നത് ഒരു ബൈജക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇതിൽ ഒരൊറ്റ വാല്യൂ നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളൂ. ഈ രണ്ട് കേസസിൽ മാറി മാറി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിനെ ബൈജക്ഷൻ ആണെന്നുള്ളതൊന്ന് ഒറ്റയ്ക്ക് പ്രൂവ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇറ്റ്സ് വെരി ഈസി. നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രൂഫിൽ ചെയ്ത അതേപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. സോ ഇങ്ങനൊരു ബൈജക്ഷൻ ഫംഗ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, സച്ച് ദാറ്റ് G ഇസ് ഫ്രം NM-1 ടു A-C ആൻഡ് അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? A-Cയിൽ M-1 എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. സോ ഇതിൻ്റെ പ്രൂഫ് അത്രയേ ഉള്ളൂ. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ തിയറത്തിൽ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി ഉണ്ട്, സി പാർട്ട് ഉണ്ട്. സി പാർട്ട് എന്താണെന്നുള്ളത് നോക്കാം. അതിൽ പറയണത് ഇഫ് സി ഇസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്, ഇത്രയും നേരം നമ്മൾ ഫൈനൈറ്റ് സെറ്റിൻ്റെ കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇഫ് സി ഇസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ് ആൻഡ് B is a finite set. B is a finite set. Then C minus B is an infinite set. ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് കേട്ടോ. സോ ഇതിൻ്റെ പ്രൂഫ് എന്താണെന്ന് നോക്കാം.
ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സി ഒരു ഇൻഫൈനൈറ്റ് സെറ്റാണെന്നും ബി ഒരു ഫൈനൈറ്റ് സെറ്റാണെന്നും രണ്ട് ഡിഫറെൻറ്റ് സെറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് സി മൈനസ് ബി ഒരു ഇൻഫൈനൈറ്റ് സെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. സോ നമുക്കറിയുന്ന കാര്യം സി ഒരു ഇൻഫൈനൈറ്റ് സെറ്റാണെന്നും ബി ഒരു ഫൈനൈറ്റ് സെറ്റാണെന്നുമാണ്. സി മൈനസ് ബി, നമുക്ക് ഇൻഫൈനൈറ്റ് സെറ്റിന് ഡയറക്റ്റ് അങ്ങനെ ഡെഫിനീഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സി മൈനസ് ബി ഇൻഫൈനൈറ്റ് സെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ള പോലെ കോൺട്രഡിക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സപ്പോസ് ഞാൻ സി മൈനസ് ബി ഒരു ഫൈനൈറ്റ് സെറ്റാണെന്ന് അസ്യൂം ചെയ്യാണ്. ഓക്കെ, എൻ്റെ അസംഷനാണ്. ഇതൊരു ഫൈനൈറ്റ് സെറ്റാണെന്ന് ഞാൻ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു സപ്പോസ് ഒരു എം എലമെൻറ്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സി മൈനസ് ബി ഹാസ് എം എലമെൻറ്റ്സ് എന്നുള്ളതുപോലെ ഞാൻ അസ്യൂം ചെയ്യാണ് കേട്ടോ. സി മൈനസ് ബി ഹാസ് എം എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സി മൈനസ് ബിയിൽ വി ക്യാൻ ഫൈൻഡ് എ ഫങ്ഷൻ അല്ലേ, വി ക്യാൻ ഫൈൻഡ് എ ബൈജെക്ഷൻ ഫ്രം എൻ എം ടു സി മൈനസ് ബി എന്ന് പറയാം അല്ലേ. ഇങ്ങനൊരു ബൈജെക്ഷൻ എനിക്ക് കാണാൻ പറ്റുമെന്ന് പറയാം. സി മൈനസ് ബിയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കയ്യിലുണ്ട്. ഇനി ഞാൻ എടുക്കുകയാണ്, നമുക്കറിയുന്ന ഒരു കാര്യമാണ് സി എന്ന് പറയുന്നത് സി മൈനസ് ബി യൂണിയൻ സി ഇൻറ്റർസെക്ഷൻ ബി എന്ന് എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? നിങ്ങൾ പണ്ട് വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം ഞാൻ രണ്ട് സെറ്റ് എടുക്കുകയാണ്, സി ആൻഡ് ബി. ഓക്കെ, രണ്ട് സെറ്റ് എടുക്കുകയാണ്. ഇതിൽ സി മൈനസ് ബി എന്ന് പറയുന്നത് ഏത് പാർട്ടാണ് വരിക? സി മൈനസ് ബി വിൽ ബി ദിസ് പാർട്ട് അല്ലേ, ഈ ഒരു ഗ്രീൻ പാർട്ട് കംപ്ലീറ്റ് ആണ് സി മൈനസ് ബി എന്നുള്ള പോർഷൻ വരിക. ആൻഡ് സി ഇൻറ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്ത് വരും? ഈ നടുക്കുള്ള ഭാഗം അല്ലേ, ഇത് സി ഇൻറ്റർസെക്ഷൻ ബി. സോ എനി സെറ്റ് സി ക്യാൻ ബി റിട്ടൺ ആസ് സി മൈനസ് ബി യൂണിയൻ സി ഇൻറ്റർസെക്ഷൻ ബി. ഇതിൻ്റെ രണ്ടിൻ്റെയും യൂണിയൻ ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? സി മൈനസ് ബി യൂണിയൻ സി ഇൻറ്റർസെക്ഷൻ ബി എന്ന് നമുക്ക് സീന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ സി മൈനസ് ബി ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് എന്നാണ്, നമ്മളതിനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ അല്ലേ? സോ ഇനി സി മൈനസ് ബി ആൻഡ് സി ഇൻറ്റർസെക്ഷൻ ബിയുടെ കേസ് നമ്മൾ പറയാണ്. ഇനി സി ഇൻറ്റർസെക്ഷൻ ബിനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ബി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. ഇപ്പം ഏതൊരു ഫൈനൈറ്റ് സെറ്റ്, ഇപ്പം ഞാൻ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ 1 2 എക്സെട്ര എം എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റുമെന്ന് കരുതിക്കോളൂ. ഏതൊരു ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിലും അതിൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കില്ലേ? നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. ഇതിൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നതും ഫൈനൈറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ സി ഇൻറ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എപ്പോഴും ബിയുടെ സബ്സെറ്റ് അല്ലേ. സോ സി ഇൻറ്റർസെക്ഷൻ ബിയും ഒരു ഫൈനൈറ്റ് സെറ്റാണെന്ന് എനിക്ക് പറഞ്ഞൂടെ? അപ്പോൾ സി ഇൻറ്റർസെക്ഷൻ ബി ഒരു ഫൈനൈറ്റ് സെറ്റാണെന്ന് കരുതുക. സോ ബി ഫൈനൈറ്റ് ആയതുകൊണ്ട് വി ഹാവ് സി ഇൻറ്റർസെക്ഷൻ ബി ഈസ് ഫൈനൈറ്റ് ആൻഡ് സപ്പോസ് അതിനൊരു കെ എലമെൻറ്റ്സ് ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണെന്ന് കരുതിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? സി മൈനസ് ബി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സി മൈനസ് ബിയിൽ എം എലമെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തു. ആൻഡ് സി ഇൻറ്റർസെക്ഷൻ ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് അത് ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് കിട്ടി. അതിലൊരു കെ എലമെൻറ്റ്സ് ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്തു. ഇനി നമ്മൾ ഈ സെക്ഷൻ്റെ ഈ ലെക്ചറിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ച ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു നോക്കിയേ. ഈ തിയറത്തിൻ്റെ എ പാർട്ട് കേട്ടോ. ഈ തിയറത്തിൻ്റെ എ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എ എന്ന് പറഞ്ഞൊരു സെറ്റ് എം എലമെൻസും ബി എന്ന് പറഞ്ഞൊരു സെറ്റ് എൻ എലമെൻസും ആണ്. ആൻഡ് എ ഇൻറ്റർസെക്ഷൻ ബി 5 ആണെങ്കിൽ എ യൂണിയൻ ബിക്ക് എം പ്ലസ് എൻ എലമെൻസാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ ഒന്ന് നോക്കിയേ. ഇവിടെ എക്ക് പകരം നമുക്കുള്ളത് സി മൈനസ് ബി എന്ന് പറഞ്ഞ ഫംഗ്ഷനും ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ കേട്ടോ. ബിക്ക് പകരം നമുക്ക് ഉള്ളത് സി ഇൻറ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞൊരു സെറ്റുമാണ്. ഈ രണ്ട് സെറ്റ്സും ഡിസ്ജോയിൻ്റ് അല്ലേ. ഈ ഒരൊറ്റ വെൻ ഡയഗ്രാം നോക്കിയാൽ മതി, നിങ്ങൾക്കറിയാം സി മൈനസ് ബിയും സി ഇൻറ്റർസെക്ഷൻ ബിയും ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ് അല്ലേ. സോ സി മൈനസ് ബി ഇൻറ്റർസെക്ഷൻ സി ഇൻറ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എം ടി ആണെന്ന് പറയാം അല്ലേ. ഇത് എം ടി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ തിയറത്തിൻ്റെ തന്നെ എ പാർട്ട് ഇവിടെ അപ്ലൈ ചെയ്തൂടെ? തിയറത്തിൻ്റെ എ പാർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ യൂണിയന്, അതായത് സി മൈനസ് ബി യൂണിയൻ സി ഇൻറ്റർസെക്ഷൻ ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്? എം പ്ലസ് കെ എലമെൻറ്റ്സ് ഉണ്ട് എന്ന് പറയാം അല്ലേ.
ഈ എം എന്ന് പറയണതും ഫൈനൈറ്റ് ആണ്, കെ എന്ന് പറയണതും ഫൈനൈറ്റ് ആണ്. സോ എം പ്ലസ് കെ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് അല്ലേ. സോ ഈ പറഞ്ഞ ഈ യൂണിയന് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട് എന്നല്ലേ നമുക്ക് കിട്ടുന്നത്. ഈ യൂണിയൻ എന്താണെന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, സി ആണെന്നാണ് എടുത്തിട്ടുള്ളത് അല്ലേ. സോ ഇറ്റ് മീൻസ് സി എന്ന് പറയുന്നത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് ആണെന്നല്ലേ. സോ സി ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് കിട്ടിയോ? ഓക്കെ. പക്ഷേ ദിസ് ഈസ് കോൺട്രഡിക്റ്റിംഗ് വാട്ട്? This is contradicting our statement that C is an infinite set. C ഇൻഫൈനൈറ്റ് സെറ്റ് ആണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അസംഷൻ തെറ്റാണെന്ന് പറയാം അല്ലേ. നമ്മൾ സി മൈനസ് ബി ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമുക്ക് സീനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് കിട്ടിയത്. സോ ഒരിക്കലും നമുക്ക് സി മൈനസ് ബീനെ ഇവിടെ ഫൈനൈറ്റ് സെറ്റ് എന്ന് അസ്യൂം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അസംഷൻ റോങ് ആണെന്ന് പറയാം. സോ സി മൈനസ് ബി ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ കോൺട്രഡിക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണെന്ന് കരുതുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.